സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഒരു വളരെ ദുഃഖകരമായും അതേപോലെ തന്നെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതായത് ഗോവിന്ദചാമി ജയിൽ ചാടുകയും പിടിക്കപ്പെടുകയും വീണ്ടും ജയിലിലാവുകയും ചെയ്തു. മാത്രമല്ല, ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയെ നിർത്താൻ പോകുന്നില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മറ്റ് അതിഭയാനകരമായ സൗകര്യങ്ങൾ മറ്റ് കൂടിയിരിക്കുന്ന അത്ര സെക്യൂരിറ്റി ഉള്ള മറ്റൊരു ജയിലിലേക്ക് മാറ്റുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഇതുമായിട്ടും മറ്റ് പലതരത്തിലുള്ള വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. അതായത് ഗോവിന്ദചാമിക്ക് എങ്ങനെ ജയിൽ ചാടാൻ സാധിച്ചു? രണ്ട് കൈയുള്ള ഒരു വ്യക്തിക്ക്, രണ്ട് കൈയുള്ള പല അഭ്യാസികൾക്കും പല തന്ത്രശാലികൾക്കും ജയിൽ ചാടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഗോവിന്ദചാമിക്ക് രണ്ട് കൈയുണ്ടായിരുന്നെങ്കിൽ അയാൾ ജയിലിൽ അണ്ടർഗ്രൗണ്ട് തുരങ്കം നിർമ്മിച്ച് പുറത്തു വരുമായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് ജയിലിൽ കമ്പി മുറിക്കുവാൻ, സെല്ലിലെ കമ്പി മുറിക്കുവാൻ ആയുധം ലഭിച്ചത്? എങ്ങനെയാണ് പുറത്ത് കിടന്ന് മതിൽ 7.5 മീറ്റർ ആയിട്ടുള്ള മതിൽ ചാടി ഷോക്കടിക്കാതെ പുറത്ത് കിടന്നത്? 7.5 മീറ്റർ ആയിട്ടുള്ള മതിൽ ചാടി ഒറ്റക്കൈയുള്ള ഗോവിന്ദചാമി, അതായത് സൗമ്യ വധക്കേസിലെ പ്രതി സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കേരളത്തിലൊരു കോടതി, തൃശ്ശൂർ കോടതിയോ മറ്റോ, അയാൾക്ക് തൂക്കുകയർ വിധിക്കപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. ആളൂർ വക്കീലിനെ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച് തൂക്കുകയർ ഒഴിവാക്കി കൊണ്ട് ജീവപര്യന്തമാക്കി കുറച്ചുകൊണ്ട് ജയിലിൽ എത്തിപ്പെട്ടു. തൂക്കുകയർ മാറ്റുവാൻ വേണ്ടി ആളൂർ വക്കീലാണ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. മരണപ്പെട്ടുപോയ ആളൂർ വക്കീലിനെ എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ എണീറ്റ് നിൽക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. സുപ്രീം കോടതിയിൽ എണീറ്റ് നിൽക്കുവാൻ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന